ട്രഷേഴ്സ് ഓഫ് ഓൾമൈറ്റിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെളിച്ചത്തിലേക്ക് എന്നുള്ള പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഒത്തിരി പേര് എന്നോട് പറയാനിടയായി, എൻ്റെ മാത്രം ജീവിതാനുഭവമല്ല, അവരുടെയൊക്കെ ജീവിതാനുഭവമായിട്ട് വളരെയധികം സാമ്യമുണ്ടെന്നും കൂരൂരിൻ്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോയപ്പോഴും നമ്മുടെ സൃഷ്ടാവ് താങ്ങായും തണലായും നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസവും ബോധ്യവും, നമ്മൾ ദൈവത്തെ മറന്നാലും മറക്കാത്ത ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യവും എല്ലാം ആ പാട്ടിലൂടെ മറ്റുള്ളവർക്ക് അത് വളരെയധികം പ്രയോജനമായെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആ പാട്ട് പാടിയ ചേട്ടന്മാരെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, ഇൻസ്ട്രുമെൻറ്റ്സ് വായിച്ചവരെയൊക്കെ. അവർക്ക് ബാഹ്യമായി കാഴ്ചശക്തി ഇല്ലാത്തവരാണ്. 1-2 പേർക്ക് മാത്രമേ അതിനകത്ത് ചെറിയ രീതിയിൽ കാണാൻ സാധിക്കുകയുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഒന്നും തന്നെ അവർക്ക് കാണാൻ സാധിക്കുകയില്ല. നമ്മൾ ബാഹ്യമായി കാഴ്ചശക്തി ഉള്ളവരാണെങ്കിലും എത്രമാത്രം ഉൾക്കാഴ്ച നമുക്കുണ്ട് എന്നുള്ളതാണ് പ്രാധാന്യം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി നന്മകൾ ചെയ്തിട്ടുണ്ടല്ലേ? പക്ഷെങ്കിൽ കിട്ടിയതിനെ ഓർത്തല്ല, കിട്ടാത്തതിനെ ഓർത്താണ് നമ്മൾ ദുഃഖിക്കുകയും പിറുപിറുക്കുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷെങ്കിൽ ലഭിച്ചതിനെ ഓർത്ത് നമ്മൾ നന്ദിയുള്ളവരാണെങ്കിൽ ദൈവം നമുക്ക് അടുത്ത പടികൾ വെച്ചേക്കുന്ന എന്താണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ലെവലിലാണ് കാര്യങ്ങൾ ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഫോക്കസ് പോകുന്നത് ഇല്ലാത്തതിനെ പറ്റിയാണ്. നമ്മൾക്ക് സംതൃപ്തി ഇല്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ വീണ്ടും താഴേക്ക് ഇറങ്ങിയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ വിജയത്തിലേക്കല്ല, നമ്മൾ പരാജയത്തിലേക്കാണ് നമ്മൾ വീണ്ടും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദൈവം നമുക്ക് ഒത്തിരി കഴിവുകൾ തന്നിട്ടും നമുക്കത് വേണ്ടവണ്ണം പ്രയോജനപ്പെടുത്താതെ നമ്മൾ മടി പിടിച്ച് നമ്മൾ വളരെ അസ്വസ്ഥരായി നമ്മൾ ഇരിക്കുന്നതിന് പകരം എത്രമാത്രം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുമോ അത്രമാത്രം നമുക്ക് ശോഭിക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ദൈവം നമുക്ക് തന്നേക്കുന്ന ഓരോ അനുഗ്രഹങ്ങളെപ്പറ്റിയും നമുക്ക് മനസ്സിലാക്കാനും അതിനെപ്പറ്റി നന്ദിയുള്ളവരായിട്ട് ജീവിക്കാനും നമുക്ക് സാധിക്കും. എല്ലാവർക്കും നന്മ വരട്ടെ.